ബീഹാറിൽ വോട്ട് ചോർച്ച ഐക്യജനതാദളിനുണ്ടാകും എന്ന് കൃത്യമായി തന്നെ ആഭ്യന്തര റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഐക്യജനതാദളിന് 16 സീറ്റുകളാണ് 40-ൽ BJP NDA ക്യാമ്പിൻ്റെ ഭാഗമായി മത്സരിക്കാൻ കൊടുത്തത്. എന്നാൽ ഐക്യജനതാദളിന് ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിലേക്കാണ് BJP നേതൃത്വം വന്നിരിക്കുന്നത്. 16 സീറ്റും പാഴായി പോയിരിക്കുന്നു NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. BJP ആ 16 സീറ്റുകൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 4-5 സീറ്റുകൾ തനിയെ മത്സരിച്ച് വിജയിക്കാമായിരുന്നു എന്ന ചിന്താഗതിയും ബീഹാർ BJP ഘടകത്തിൽ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. താരകേശ്വർ പ്രസാദും അതുപോലെ നിരവധിയായ നേതാക്കളും BJPക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ JDUവുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. JDU കൃത്യമായി തന്നെ അന്ന് നിതീഷ് കുമാർ BJPയുമായി ബാന്ധവമുള്ളപ്പോൾ ഇവരെയൊക്കെ ചതിയന്മാർ എന്ന് വിളിച്ചത് അവരാരും മറക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുറ്റിക്കൂടി മോദിയുടെ കാരുണ്യത്താൽ കുറച്ച് സീറ്റുകൾ നേടിയെടുക്കാം എന്ന ചിന്താഗതിയാണ് അവർക്കുള്ളതെന്നാണ് BJP നേതൃത്വം പറയുന്നത്. ശരിക്കും RJD വളരെ സ്ട്രാറ്റജിക്കലായി ക്യാമ്പയിനിങ് നടത്തുമ്പോൾ അവിടെ പോളറൈസേഷൻ മെത്തേഡ് BJPക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഐക്യജനതാദളിന് സ്പഷ്ടമായും കിട്ടേണ്ട ചില വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു. ഐക്യജനതാദളിന് ഇത്തവണ വോട്ട് വലിയ രീതിയിൽ ഗണ്യമായി കുറയും എന്നുള്ളത് വ്യക്തമായതോടുകൂടി ഐക്യജനതാദൾ നേതൃത്വം തന്നെ നിതീഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നിതീഷ് കുമാർ ഇങ്ങനെ മറുകണ്ഠം ചാടുന്ന ഓരോ സമയവും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഓരോ രീതിയിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ അത് നിതീഷ് കുമാർ ക്യാമ്പയിനിങ്ങിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റായി തന്നെയാണ് നേതൃത്വം പറയുന്നത്. JDU നേതാക്കൾ എല്ലാം തന്നെ നിതീഷ് കുമാറിൽ വലിയ രീതിയിൽ ആശാകുലരാണ്. അത് നിതീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. മറ്റൊരു ഫാക്ടർ ചിരാഗ് ഫാക്ടറാണ്. ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറുമായി വലിയ രീതിയിൽ അകലത്തിലാണ്. ഒരേ മുന്നണിയിലാണെങ്കിൽ പോലും ചിരാഗ് പാസ്വാന് നരേന്ദ്രമോദി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം NDA ഫാക്ടറായി നിൽക്കുന്നത്. എന്നാൽ ചിരാഗ് പാസ്വാൻ നമുക്കറിയാം 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDUവിനെ നശിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ JDUവിൻ്റെ സീറ്റുകൾ കുറയ്ക്കുന്നതിൽ അഗാധമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാം. ചിരാഗ് പാസ്വാൻ്റെ ഇഫക്റ്റ് ഐക്യജനതാദളിന് ഒരു നഷ്ടക്കച്ചവടത്തിലേക്ക് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നിതീഷ് കുമാറിന് ഇപ്പോഴത്തെ ആലോചന എങ്ങനെയും 5 മുതൽ 6 സീറ്റ് വരെയെങ്കിലും തരപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിയമസഭയിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു വിദൂര സ്വപ്നമായി നിതീഷ് കുമാറിലേക്ക് അവസാനിക്കുന്നു. RJDക്ക് ഐക്യത്തോടു കൂടി നിന്നാൽ ഒരുപക്ഷെ RJD കോൺഗ്രസ് തിരികെ വരുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാറുന്നു. ബീഹാറിൽ വളരെയധികം എഫക്റ്റീവായി തന്നെ സ്ട്രാറ്റജിക്കലായി തന്നെ തേജസ്വി യാദവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ക്യാമ്പയിൻ പൊടിപൊടിക്കുകയാണ്.